ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു teachenglish.com. ഇന്നത്തെ വീഡിയോയില് 5ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എന്നിവയെല്ലാമാണ് നൽകുന്നത്. ലെറ്റർ, ഡയറി എന്നിവയ്ക്ക് 2 വീതം ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വാട്സപ്പ് ചാനലിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് അവ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. Question 1. How did Mark become a problem to young Michael? യുവാവായ മൈക്കലിന് മാർക്ക് എങ്ങനെയാണ് ഒരു പ്രശ്നമായത്? Answer. Mark was the tallest boy on the court. He blocked Michael's shots and teased him for being short. കോർട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കുട്ടിയായിരുന്നു മാർക്ക്. അവൻ മൈക്കിളിന്റെ ഷോട്ടുകൾ തടയുകയും ഉയരം കുറഞ്ഞതിന്റെ പേരിൽ അവനെ കളിയാക്കുകയും ചെയ്തു. Question 2. Why did Mama tell Michael to be patient and listen to her advice? എന്തിനാണ് അമ്മ മൈക്കലിനോട് ക്ഷമയോടെ തന്റെ ഉപദേശം കേൾക്കാൻ പറഞ്ഞത്? Answer. Mama wanted Michael to learn that growth takes time. She also wanted him to focus on practicing and listening to her. വളർച്ചയ്ക്ക് സമയമെടുക്കുമെന്ന കാര്യം മൈക്കൽ പഠിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. മാത്രമല്ല, അവന് പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അമ്മ പറയുന്നത് കേൾക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. Question 3. Why did Mama give Michael a stern look? എന്തുകൊണ്ടാണ് അമ്മ മൈക്കലിനെ രൂക്ഷമായി നോക്കിയത്? Answer. Michael was not eating well. She reminded him that eating was important for growing. മൈക്കൽ നന്നായി ഭക്ഷണം കഴിച്ചിരുന്നില്ല, വളരുന്നതിന് ഭക്ഷണം പ്രധാനമാണെന്ന് അവരവനെ ഓർമ്മിപ്പിച്ചു. Question 4. Mama sprinkled salt in Michael's shoes. Why? അമ്മ മൈക്കലിന്റെ ഷൂസിൽ ഉപ്പ് വിതറിയത് എന്തിനായിരുന്നു? Answer. Mama wanted to encourage Michael. She made him believe the salt would help him grow taller. മൈക്കലിനെ പ്രോത്സാഹിപ്പിക്കാൻ അമ്മ ആഗ്രഹിച്ചിരുന്നു. ഉപ്പ് അവൻ ഉയരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് അവരവനെ വിശ്വസിപ്പിച്ചു. Question 5. Even though Michael continued his practice, he hadn't grown an inch. If you were in Michael's place, what would you do? മൈക്കൽ തന്റെ പരിശീലനം തുടർന്നുവെങ്കിലും അവൻ ഒരിഞ്ച് പോലും ഉയരം വർദ്ധിച്ചിരുന്നില്ല. മൈക്കലിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? Answer. I would keep practicing hard. I would focus on improving my skills and not give up. ഞാൻ കഠിനമായി പരിശീലിക്കുകയും എന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. എന്റെ ശ്രമം ഞാൻ ഉപേക്ഷിക്കില്ല. Question 6. Why did Michael stop going to the park with his brothers? എന്തുകൊണ്ടാണ് മൈക്കൽ തന്റെ സഹോദരന്മാരോടൊപ്പം പാർക്കിൽ പോകുന്നത് നിർത്തിയത്? Answer. He wanted to grow taller before playing again. He practiced at home instead. വീണ്ടും കളിക്കുന്നതിനു മുമ്പ് ഉയരം വർദ്ധിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ പാർക്കിൽ പോകാതെ പകരം അവന് വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. Question 7. Michael's mother began to worry. What did she do then? മൈക്കലിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് വേവലാതി തോന്നിയപ്പോൾ അവരെന്താണ് ചെയ്തത്? Answer. She asked Daddy to talk to Michael. She wanted him to feel better. അവർ മൈക്കലിനോട് സംസാരിക്കാൻ വേണ്ടി അവന്റെ ഡാഡിയോട് ആവശ്യപ്പെട്ടു. അവന്റെ മനസ്സ് വേദനിക്കരുതെന്ന് അവരാഗ്രഹിച്ചു. Question 8. What was Daddy's advice to Michael? മൈക്കലിനോട് ഡാഡിയുടെ ഉപദേശം എന്തായിരുന്നു? Answer. Daddy said height helps, but practice, determination, and effort matter more. നന്നായി കളിക്കാൻ ഉയരം സഹായിക്കുമെങ്കിലും പരിശീലനവും നിശ്ചയദാർഢ്യവും പരിശ്രമവുമാണ് കളിയിൽ ഏറ്റവും പ്രധാനമെന്ന് ഡാഡി പറഞ്ഞു. Question 9.
What was the result of the advice? അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ ഫലമെന്തായിരുന്നു? Answer. Michael felt confident again. He played in the game and scored the winning points. മൈക്കിളിന് വീണ്ടും ആത്മവിശ്വാസം ലഭിച്ചു. അവന് വീണ്ടും കളിക്കുകയും ജയിക്കാന് വേണ്ട പോയിന്റുകൾ നേടുകയും ചെയ്തു. Question 10. How did Michael get a chance to play? എങ്ങനെയാണ് മൈക്കിളിന് വീണ്ടും കളിക്കാൻ അവസരം ലഭിച്ചത്? Answer. One of his teammates got hurt. Michael was called to play. സഹതാരങ്ങളിൽ ഒരാൾക്ക് പരിക്കേറ്റപ്പോൾ പകരം കളിക്കാൻ മൈക്കിളിനെ വിളിച്ചു. Question 11. Michael did not pay any attention to Mark's taunts. Why? മാർക്കിന്റെ പരിഹാസങ്ങൾ മൈക്കൽ ശ്രദ്ധിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? Answer. Michael had practiced a lot. He was focused and determined to win. മൈക്കൽ നന്നായി പരിശീലിച്ചിരുന്നു. അവൻ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയിക്കാൻ തീരുമാനിച്ചു. Question 12. Why did Michael run to his house after winning the game? Answer. He wanted to share the victory with his family. തന്റെ വിജയം കുടുംബത്തോടൊപ്പം പങ്കുവയ്ക്കാൻ അവനാഗ്രഹിച്ചതിനാലാണ് അവൻ വീട്ടിലേക്കോടിയത്. Question 13. Why did Michael's mother stop putting salt in his shoes? എന്തുകൊണ്ടാണ് മൈക്കലിന്റെ അമ്മ അവന്റെ ഷൂസിൽ ഉപ്പിടുന്നത് നിർത്തിയത്? Answer. Michael's mother stopped putting salt in his shoes because he had learned patience, hard work, and self-belief. ക്ഷമയും കഠിനാധ്വാനവും ആത്മവിശ്വാസവും മൈക്കൽ പഠിച്ചുവെന്ന് അമ്മയ്ക്ക് മനസ്സിലായതിനാലാണ് ഷൂസിൽ ഉപ്പിടുന്നത് അവർ നിർത്തിയത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങാം. You have read the story Salt in His Shoes, haven't you? സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന കഥ നിങ്ങൾ വായിച്ചു കഴിഞ്ഞല്ലോ. Now let's play a game. Read the instructions carefully. ഇനി നമുക്ക് ഒരു കളി കളിക്കാം. കളിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. One of you may sit in the hot seat, taking the role of any famous sports star. ഒരു കുട്ടി ഏതെങ്കിലും പ്രശസ്ത കായിക താരമെന്ന നിലയിൽ ഹോട്ട് സീറ്റിൽ ഇരിക്കും. Your friends will ask you some questions. ബാക്കിയുള്ളവർക്ക് ആ കുട്ടിയോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളാണ് ഹോട്ട് സീറ്റിലുള്ളതെങ്കിൽ ചോദ്യം നിങ്ങളോടാവും. You may answer them appropriately. ഹോട്ട് സീറ്റിലുള്ള കുട്ടി അവരുടെ ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം നൽകണം. Repeat the game, changing the roles. ഈ റോളുകൾ പരസ്പരം കൈമാറി ഗെയിം ആവർത്തിക്കുക. Examples of questions. What inspired you to start playing your sport? ഏതാനും മാതൃകാ ചോദ്യങ്ങൾ തരാം. സ്പോർട്സ് കളിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചതെന്താണ്? If the student is acting as Michael Jordan, I was inspired by my love for basketball and my brothers who always played at the park. ഈ ചോദ്യങ്ങൾക്കിങ്ങനെ ഉത്തരം നൽകാം. മൈക്കൽ ജോർദാൻ ആയി ഹോട്ടി സീറ്റിലുള്ള കുട്ടി അഭിനയിക്കുകയാണെങ്കിൽ അവന്റെ ഉത്തരങ്ങളിങ്ങനെയായിരിക്കും. ബാസ്കറ്റ് ബോളിനോടുള്ള എനിക്കുള്ള ഇഷ്ടവും പാർക്കിൽ എപ്പോഴും കളിക്കാറുള്ള എന്റെ സഹോദരന്മാരും എനിക്ക് പ്രചോദനമായിരുന്നു. How did you overcome your biggest challenge? നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെ നിങ്ങളെങ്ങനെയാണ് തരണം ചെയ്തത്? My biggest challenge was being shorter than others, but I worked hard and never gave up. ഞാൻ മറ്റുള്ളവരേക്കാൾ ഉയരം കുറവായിരുന്നു എന്നതായിരുന്നു ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ ഞാൻ തളരാതെ, പരാജയം സമ്മതിക്കാതെ കഠിനാധ്വാനം ചെയ്തു. What advice would you give to young athletes? യുവ കായികതാരങ്ങൾക്ക് നിങ്ങൾക്കെന്തുപദേശമാണ് നൽകാനുള്ളത്? My advice is to practice, stay focused, and believe in yourself. എന്തിലാണോ നിങ്ങൾക്ക് താൽപര്യം അതിൽ പരിശീലിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സ്വയം വിശ്വസിക്കുക എന്നതാണ് എനിക്ക് നൽകാനുള്ള ഉപദേശം. വ്യത്യസ്ത കുട്ടികൾ ഹോട്ട് സീറ്റിൽ മാറി മാറി വരുന്നതും വ്യത്യസ്ത സ്പോർട്സ് താരങ്ങളായി അഭിനയിക്കുന്ന അവരോട് ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ച് അവർ അനുയോജ്യമായ മറുപടി പറയുന്നതും ആവർത്തിക്കുക. Activity 2. You have listened to the story.
നിങ്ങൾ കഥ കേട്ടല്ലോ. Now sit into groups. Your teacher will read the first part of a sentence. You may add the remaining part as quick as you can. ഇനി 2 ഗ്രൂപ്പുകളായി ഇരിക്കുക. നിങ്ങളുടെ അധ്യാപകൻ ഒരു വാക്യത്തിന്റെ ആദ്യ ഭാഗം വായിക്കും. നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ശേഷിക്കുന്ന ഭാഗം വായിച്ചു കൂട്ടിച്ചേർക്കാം. If the first group fails, the chance will pass to the second group. ആദ്യ ഗ്രൂപ്പിന് വാചകം കണ്ടെത്തി വായിക്കാനായില്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിന് അവസരം കൈമാറും. ഇതാവർത്തിക്കുക. Activity 3. Complete the word web using words for the movements made in the basketball game. ബാസ്കറ്റ്ബോൾ ഗെയിമിൽ കളിക്കാർ ബോൾ കൊണ്ടു ചെയ്യുന്ന മൂവ്മെന്റുകൾക്ക് അനുയോജ്യമായ വാക്കുകൾ കണ്ടെത്തി വേഡ് വെബ് പൂർത്തിയാക്കുക. Answer. Here are the words: bounce, shoot, pass, block, dribble, spin. Activity 4. Write a few sentences about Michael. You can use the words in the word cloud. മൈക്കലിനെക്കുറിച്ച് ഏതാനും വാക്യങ്ങൾ എഴുതുക. താഴെ തന്നിരിക്കുന്ന വേഡ് ക്ലൗഡിൽ നൽകിയ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. Words in the word web: worked, born, USA, became, in, Michael, Jordan, he, hard. Mother, helped, was, basketball, him, player, a lot, his. Answer. Michael Jordan was a famous basketball player. മൈക്കൽ ജോർദാൻ ഒരു പ്രശസ്തനായ ബാസ്കറ്റ്ബോൾ കളിക്കാരനായിരുന്നു. He was born in the USA. His mother helped him. അദ്ദേഹം അമേരിക്കയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ നന്നായി സഹായിച്ചു. He worked hard. He became the best in basketball. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം ബാസ്കറ്റ്ബോളിലെ മികച്ച താരമായി. Activity 5. Read the following sentences. Michael's problem was that he was too short. നന്നെ ഉയരം കുറവായിരുന്നു എന്നതായിരുന്നു മൈക്കലിന്റെ പ്രശ്നം. He was not so tall as Mark. മാർക്കിന്റെത്ര ഉയരം അവനുണ്ടായിരുന്നില്ല. His father told him, being taller may help you play a little better, but not so much as practice, determination, and giving your best will. അവന്റെ പിതാവ് അവനോട് പറഞ്ഞു, ഉയരം നിന്നെ കുറച്ചുകൂടി നന്നായി കളിക്കാൻ സഹായിച്ചേക്കാം, എന്നാൽ പരിശീലനവും നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും പോലെ പ്രധാനപ്പെട്ട ഒന്നല്ല ഹൈറ്റ്. Mark was the tallest boy on the court. കോർട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കുട്ടിയായിരുന്നു മാർക്ക്. You may note the words underlined. അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. They are about the appearance of Michael and Mark. മൈക്കലിന്റെയും മാർക്കിന്റെയും രൂപത്തെക്കുറിച്ചാണ് അവ പറയുന്നത്. Now look at the pictures given below and complete the following sentences. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ പൂർത്തിയാക്കുക. I am a mango tree. I am shorter than the jackfruit tree. I am the shortest among the 3 trees. ഞാനൊരു മാവാണ്. പ്ലാവിനേക്കാൾ ചെറുതാണ് ഞാൻ. ഈ 3 മരങ്ങളിൽ ഏറ്റവും ഉയരം കുറഞ്ഞത് ഞാനാണ്. I am a jackfruit tree. I am taller than the mango tree. ഞാനൊരു പ്ലാവാണ്. എനിക്ക് മാവിനേക്കാൾ ഉയരമുണ്ട്. I am a coconut tree. I am taller than the jackfruit tree. I am the tallest among the 3 trees. ഞാനൊരു തെങ്ങാണ്. എനിക്ക് പ്ലാവിനേക്കാൾ ഉയരമുണ്ട്. ഈ 3 മരങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ഞാനാണ്. Activity 6. Alpha wrote a description of what she saw in a garden. Read the description and fill in the blanks with the suitable form of the words given in the brackets. ആൽഫ ഒരു പൂന്തോട്ടത്തിൽ കണ്ട കാഴ്ചയുടെ ഒരു വിവരണമെഴുതി. ആദ്യം വിവരണം വായിച്ച് വിട്ട ഭാഗം ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന പദങ്ങളുടെ അനുയോജ്യമായ രൂപം ഉപയോഗിച്ച് പൂരിപ്പിക്കുക. There were 3 rose flowers in a garden. ഒരു പൂന്തോട്ടത്തിൽ 3 റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. One flower was bigger than the other 2.
ഒരു പൂവും മറ്റ് 2 പൂക്കളേക്കാൾ വലുതായിരുന്നു. It was the biggest flower among the 3. 3-ൽ ഏറ്റവും വലിയ പൂവായിരുന്നു അത്. A bee flew to the biggest flower and drank its nectar. ഒരു തേനീച്ച ഏറ്റവും വലിയ പൂവിലേക്ക് പറന്ന് അതിന്റെ തേൻ കുടിച്ചു. Then it approached the second flower. പിന്നെ അത് രണ്ടാമത്തെ പൂവിനെ സമീപിച്ചു. The nectar of the flower was sweeter than that of the first flower. ആ പൂവിന്റെ തേനിന് ആദ്യത്തെ പൂവിനേക്കാൾ മധുരമായിരുന്നു. The bee then flew to the third flower. തേനീച്ച പിന്നീട് മൂന്നാമത്തെ പൂവിലേക്ക് പറന്നു. The nectar of the third flower was the sweetest of all. മൂന്നാമത്തെ പൂവിന്റെ തേന് എല്ലാറ്റിനേക്കാളും മധുരമുള്ളതായിരുന്നു. Activity 7. Michael's team won the game. He was very happy. മത്സരത്തിൽ മൈക്കലിന്റെ ടീം വിജയിച്ചു. അവൻ വളരെ സന്തോഷവാനായിരുന്നു. He wrote his feelings in his diary. What would be his diary entry? അവൻ തന്റെ വികാരങ്ങൾ ഡയറിയിൽ എഴുതി. എന്തായിരിക്കും അവന്റെ ഡയറിക്കുറിപ്പ്? Today was a great day. My team won the game. ഇന്ന് ഒരു മികച്ച ദിവസമായിരുന്നു. എന്റെ ടീം കളി ജയിച്ചു. I made the last shot and we won. I am so happy. എന്റെ അവസാന ഷോട്ടിൽ ഞങ്ങൾ വിജയിച്ചു. ഞാൻ വളരെ സന്തോഷവാനാണ്. All the practice I did helped me. എന്റെ പരിശീലനം എന്നെ തുണച്ചു. I learned that hard work is more important than being tall. ഉയരത്തേക്കാൾ കഠിനാധ്വാനമാണ് പ്രധാനമെന്ന് ഞാൻ മനസ്സിലാക്കി. I can't wait for the next game. അടുത്ത ഗെയിം കളിക്കാൻ എനിക്ക് ധൃതിയായി. Michael's diary entry, sample 2. I'm so happy today. My team won the game. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. എന്റെ ടീം കളി ജയിച്ചു. I made the winning shot and it felt awesome. വിന്നിംഗ് ഷോട്ട് എന്റേതായിരുന്നു. അത് ഗംഭീരമായിരുന്നു. All the practice I did helped me a lot. ഞാൻ ചെയ്ത എല്ലാ പരിശീലനവും എന്നെ വളരെയധികം സഹായിച്ചു. I learned that working hard is more important than being tall. ഉയരത്തേക്കാൾ പ്രധാനം കഠിനാധ്വാനമാണെന്ന് ഞാൻ മനസ്സിലാക്കി. I'm looking forward to the next game. ഞാൻ അടുത്ത ഗെയിമിനായി കാത്തിരിക്കുകയാണ്. Activity 8. Vipin wrote a letter to Michael. Here is the letter. Read it. വിപിൻ മൈക്കലിന് ഒരു കത്തെഴുതി. ആ കത്ത് വായിക്കൂ. Ernakulam, Kerala. 23rd March 2024. Dear Michael, hope you are fine. I am writing this letter to congratulate you on the hard work and dedication you have put in to become a great basketball player. പ്രിയപ്പെട്ട മൈക്കേൽ, നിങ്ങൾക്ക് സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മികച്ച ബാസ്കറ്റ്ബോൾ കളിക്കാരനാകാൻ നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും അഭിനന്ദിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. Your talent and determination will always inspire us. നിങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും ഞങ്ങൾക്കെന്നും പ്രചോദനമാവും. The path you have chosen is not an easy one. നിങ്ങൾ തിരഞ്ഞെടുത്ത പാത എളുപ്പമുള്ളതല്ല. Basketball requires immense practice, discipline, and sacrifice. ബാസ്കറ്റ്ബോളിന് അപാരമായ പരിശീലനവും അച്ചടക്കവും ത്യാഗവും ആവശ്യമാണ്. You have all these qualities. Your story is truly inspiring. ഈ ഗുണങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഥ ശരിക്കും പ്രചോദനം നൽകുന്നതാണ്. Thank you. Sincerely, name. Imagine that young Michael writes a reply. How would he reply? മൈക്കൽ ഒരു മറുപടി എഴുതുന്നുവെന്ന് സങ്കൽപ്പിക്കുക. അവന്റെ മറുപടി എങ്ങനെയായിരിക്കും? Chicago, USA. 25th March 2024. Dear Vipin, thank you so much for your kind letter. നിങ്ങളുടെ കത്തിന് വളരെ നന്ദി. It really means a lot to me. നിങ്ങളുടെ ഈ കത്തിനെ ഞാൻ ഏറെ വിലമതിക്കുന്നു. I'm glad that my hard work and dedication inspire you.
എന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. Basketball is not easy, but with practice and patience, anything is possible. ബാസ്കറ്റ്ബോൾ എളുപ്പമുള്ള ഗെയിമല്ല, എന്നാൽ പരിശീലനവും ക്ഷമയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. I will continue to work hard and follow my dreams. ഞാൻ തുടർന്നും കഠിനാധ്വാനം ചെയ്യുകയും എന്റെ സ്വപ്നങ്ങൾ പിന്തുടരുകയും ചെയ്യും. Thanks again for your support. Sincerely, നിങ്ങളുടെ പിന്തുണയ്ക്ക് വീണ്ടും നന്ദി. ആത്മാർത്ഥതയോടെ. Michael Jordan. ഇനി ഇതേ പ്രവർത്തനത്തിന് മറ്റൊരു ലെറ്റർ സാമ്പിൾ കൂടി ഇതാ. Dear Vipin, thank you for your thoughtful letter. പ്രിയ വിപിൻ, നിങ്ങളുടെ ചിന്താർഹമായ എഴുത്തിന് നന്ദി. I am really happy to know that my story inspires you. Basketball is tough, but with hard work and dedication, we can overcome challenges. I believe anyone can achieve their dreams if they never give up. Keep working hard and believe in yourself too. Take care and stay motivated. Best wishes, Michael Jordan. കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കുക. ആശംസകൾ, മൈക്കൽ ജോർദാൻ. Activity 9. Here is a short profile of the famous Indian weightlifter, Rajinder Singh Rahelu. പ്രശസ്ത ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ രജീന്ദർ സിംഗ് റാഹേലുവിന്റെ ചെറിയ ഈ പ്രൊഫൈൽ വായിക്കൂ. Rajinder Singh Rahelu. Rajinder Singh Rahelu was born on 22 July 1973 at Mehsampur in Punjab. 1973 ജൂലൈ 22 പഞ്ചാബിലെ മെഹ്സാംപൂരിലാണ് രജീന്ദർ സിംഗ് റാഹേലു ജനിച്ചത്. Rahelu contracted polio when he was 8 months old. 8 മാസം പ്രായമുള്ളപ്പോഴാണ് റാഹേലുവിന് പോളിയോ പിടിപെട്ടത്. Since then, he has not been able to walk. അന്നുമുതൽ അവൻ നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. But this physical challenge did not defeat him. എന്നാൽ ഈ ശാരീരിക വെല്ലുവിളി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയില്ല. He started his career by lifting a weight of 75 kilograms. 75 കിലോ ഭാരം ഉയർത്തിയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. Rigorous training and motivation made him strong enough to lift a weight of 115 kilograms in 6 months. കഠിനമായ പരിശീലനവും പ്രചോദനവും അദ്ദേഹത്തെ 6 മാസം കൊണ്ട് 115 കിലോഗ്രാം ഭാരം ഉയർത്താൻ ശക്തനാക്കി. He continued to practice. അദ്ദേഹം പ്രാക്ടീസ് തുടർന്നു. He created history when he won the silver medal in powerlifting at the Commonwealth Games 2014. 2014 കോമൺവെൽത്ത് ഗെയിംസിൽ പവർലിഫ്റ്റിംഗിൽ വെള്ളി മെഡൽ നേടിയതോടെ അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. Read the profile given above and fill the details below. മുകളിൽ നൽകിയിരിക്കുന്ന പ്രൊഫൈൽ വായിച്ച് താഴെയുള്ള വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. Birth 22 July 1973, Mehsampur, Punjab. Career weightlifter, started lifting weights at a young age after contracting polio. Achievements: won the silver medal in powerlifting at the Commonwealth Games 2014. Read the following hints related to Arunima Sinha and write her profile. അരുണിമ സിൻഹയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന സൂചനകൾ വായിച്ച് അവരുടെ പ്രൊഫൈൽ എഴുതുക. Place of birth: Ambedkar Nagar near Lucknow in Uttar Pradesh. Date of birth: 20th July 1989. Parents: father, Indian Army official. Mother, supervisor in the health department. Achievements: the first woman amputee to climb Mount Everest. A volleyball player on the Indian team 7 times. Title: Arunima Sinha. Arunima Sinha was born on 20th July 1989 in Ambedkar Nagar, near Lucknow, Uttar Pradesh. 1989 ജൂലൈ 20 ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള അംബേദ്കർ നഗറിലാണ് അരുണിമ സിൻഹ ജനിച്ചത്. Her father was an Indian Army official and her mother was a supervisor in the health department.
അവളുടെ അച്ഛൻ ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ ആരോഗ്യ വകുപ്പിൽ സൂപ്പർവൈസറായിരുന്നു. Arunima lost her leg after being thrown from a moving train. ഓടുന്ന ട്രെയിനിൽ നിന്ന് തെറിച്ചുവീണ് അരുണിമയുടെ കാൽ നഷ്ടപ്പെട്ടു. Despite this, she became the first woman amputee to climb Mount Everest. ഇതൊക്കെയാണെങ്കിലും എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ അംഗവൈകല്യമുള്ള സ്ത്രീയായി അവർ മാറി. She was also a volleyball player on the Indian team 7 times. 7 തവണ ഇന്ത്യൻ ടീമിൽ വോളിബോൾ കളിക്കാരി കൂടിയായിരുന്നു അരുണിമ. നമ്മുടെ ഈ വീഡിയോ ഇതോടെ പൂർത്തിയാവുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.